ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത് 3 ഐറ്റംസ് ചേർത്തുള്ള തോരൻ കേട്ടോ. നമ്മളത് അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകിന് പൊട്ടട്ടെ. ഇനി അതിലേക്ക് സവാള, നമ്മൾ കൊത്തിരിഞ്ഞ സവാള കേട്ടോ, ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്താ എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ. നമ്മുടെ സവാളയൊക്കെ വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി പച്ചക്കറി ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിഞ്ഞ് വെച്ചേക്കുന്ന ഇത് കുറേശ്ശെ ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല കളർഫുൾ ആയിരിക്കും കേട്ടോ ഈ തോരൻ. 3 പച്ചക്കറി ചേർന്നതല്ലേ, അപ്പോൾ നല്ല കളർഫുൾ തോരനായിരിക്കും കേട്ടോ ഇത്. അതിലേക്ക് ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് നമ്മളിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുഴഞ്ഞ രൂപത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. കടിച്ചു തിന്നാൻ പാകത്തിന്. ഒത്തിരി വേവ് വേണ്ട കേട്ടോ. ആവശ്യത്തിന് വേവ് മതി കേട്ടോ. ഇനി നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറത്തിൽ അടച്ചിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ പച്ചക്കറി കൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട, കുറച്ച് തേങ്ങ മതി കേട്ടോ. ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അത്രയും പച്ചമുളക് വേണ്ടെങ്കിൽ അത്ര എടുക്കേണ്ട കേട്ടോ. ഞാനിപ്പോൾ എരിവ് ആവശ്യത്തിന് വേണം, അതിനാണ് ഞാൻ പച്ചമുളക് ചേർത്തത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ പച്ചമുളക് കുറച്ച് മതി, 2 ചേർത്താൽ മതി കേട്ടോ. ഇതാ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. രസമല്ലേ? അടിപൊളിയല്ലേ കാണാനായിട്ട്? പല കളറായിട്ട് അല്ലേ? ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിടുക കേട്ടോ. കണ്ടില്ലേ? ഇത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ, കുഴഞ്ഞു പോകാത്ത രീതിയിൽ അടിപൊളി തോരൻ നമുക്ക് കിട്ടിയിട്ടില്ലേ? അപ്പോൾ ഇതുപോലെ തോരൻ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എടുക്കുമ്പോൾ കുഴഞ്ഞു പോകരുത് കേട്ടോ. കാണാൻ രസമല്ല, അതുപോലെ കഴിക്കാൻ രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും ഹൈപ്പും കമൻറ്റും ചെയ്യണേ. താങ്ക് യു. അസ്സലാമു